ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഉധംപൂരിലെ രണ്ടാമത്തെ ദിവസത്തെ പ്രഭാതമാണ്. ഇന്ന് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് ഖത്രയിലെ ശ്രീ മാതാ വൈഷ്ണവി ദേവി ടെമ്പിളിലേക്കാണ്. നമ്മളിവിടെ നിന്ന് ഉധംപൂരിൽ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ വരെ പോവുകയാണ്. ഏകദേശം 6 കിലോമീറ്റർ ദൂരം മാത്രമേ ഇവിടെയുള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ളൂ. 200 രൂപയാണ് ഓട്ടോ ചാർജ്. അങ്ങനെ ഉധംപൂർ MCTM റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു ജനറൽ ടിക്കറ്റ് എടുത്ത് ഖത്ര റെയിൽവേ സ്റ്റേഷൻ വരെ പോവുക. അവിടുന്ന് മാതാ വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് പോകുക എന്നതാണ് പ്ലാൻ. ഇതാണ് ഉധംപൂർ റെയിൽവേ സ്റ്റേഷൻ്റെ കാഴ്ച. ഉധംപൂർ MCTM എന്നാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. MCTM ഉധംപൂർ. മാർട്ടിർ ക്യാപ്റ്റൻ തുഷാർ മഹാജൻ എന്ന ഒരു ഈ തദ്ദേശവാസിയായ വീരമൃത്യു വരിച്ച ഒരു സൈനികൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള റെയിൽവേ സ്റ്റേഷനാണിത്. ഇവിടെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ നിന്ന് ഖത്ര വരെ പോകുന്ന ട്രെയിനാണിത്. ട്രെയിൻ ഏകദേശം 1 മണിക്കൂർ ലേറ്റാണ്. ജനറൽ ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുകയാണ്. ഇവിടെ പാലത്തിന് മുകളിലേക്ക് പോകുമ്പോൾ നദികളുടെ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ്. വളരെ ഉയരത്തിലുള്ള പാലത്തിന് മുകളിലാണ് ട്രെയിൻ പോകുന്നത്. ഒരുപാട് മനോഹരമായ കാഴ്ചകൾ ഈ ട്രെയിൻ യാത്രയ്ക്കിടെ നമുക്ക് കാണാൻ പറ്റും. കശ്മീരിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് കാണുന്നത്. ഖത്രയിൽ ഈ ട്രെയിനിൻ്റെ അവസാനത്തെ സ്റ്റോപ്പാണ്. ഇതിലുള്ള മുഴുവൻ യാത്രക്കാരും ശ്രീ മാതാ വൈഷ്ണവി ദേവി ടെമ്പിളിലേക്ക് പോകാനുള്ളവരാണെന്ന് അവിടെ എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. നല്ല തിരക്കുണ്ട് ട്രെയിനകത്ത്. ദൂരെ ഹിമാലയൻ മലനിരകളുടെ കാഴ്ചകൾ കാണാൻ പറ്റും. ഈ ഹിമാലയൻ മലനിരകൾ ത്രികൂട പർവ്വതം എന്ന പ്രദേശത്താണ് ഖത്രയിലെ ശ്രീ മാതാ വൈഷ്ണവദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 6000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുഹാക്ഷേത്രമാണിത്. ഇതാ നമ്മളിപ്പോൾ മാതാ വൈഷ്ണവദേവി ഖത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല വൃത്തിയുള്ള ഒരുപാട് സൗകര്യങ്ങളുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഏകദേശം അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ പ്രത്യേക താല്പര്യത്താൽ വളരെ നല്ല സൗകര്യങ്ങൾ ഏർപ്പെടുത്തി പണിതിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു തദ്ദേശവാസി തന്നെ നമ്മളോട് ഇക്കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ അടുത്ത് ഇവിടെ ഖത്ര സ്വദേശിയായ ഒരാൾ പരിചയപ്പെട്ടിരുന്നു. അദ്ദേഹം നമ്മളോട് മാതാ വൈഷ്ണവദേവി ടെമ്പിളിലേക്ക് പോകുന്നതിന് മുമ്പുള്ള RFID പാസ് എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു. ഇവിടെ ട്രെയിൻ ഇറങ്ങിയ ശേഷം അദ്ദേഹം നമ്മളെ പുറത്തേക്കുള്ള വഴി കാണിച്ചുകൊണ്ട് നയിക്കുകയാണ്. അതിനിടയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിച്ച മോദിജിയോടുള്ള നന്ദിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിളിച്ചു നിന്നിരുന്നത്. मोदी ने किया। हाँ मोदी ने किया। बहुत अच्छा। आपने इसके पीछे जाना है, जे पहाड़ियाँ जी लगा। हाँ ये आग बारी है।
ये पहाड़ के पीछे? हाँ, ये इसके पीछे इस जगह। ओह, ഉധംപൂരിൽ നിന്ന് ഇവിടെ വരാൻ ഏകദേശം 55 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 1 മണിക്കൂർ കൊണ്ട് തന്നെ കത്ര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് 12:15 നമ്മൾ ഇവിടെ നിന്ന് വൈഷ്ണോദേവി ടെമ്പിൾ വരെ പോയി തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് പിറ്റേ ദിവസം രാവിലെ 3 മണിക്കാണ്. അത്രയും ദൂരം നമ്മൾ നടക്കുകയായിരുന്നു. അതിലാകെ 1 മണിക്കൂർ മാത്രമേ വിശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന എയർടെലിൻ്റെ പ്രീപെയ്ഡ് സിം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നെറ്റ് കണക്ഷനോ ഫോൺ കണക്ഷനോ ഇല്ലാതെ നമ്മൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ റെയിൽവേ സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ യാത്രി സിമ്മിൻ്റെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് നമ്മുടെ ആധാർ കാർഡ് കൊടുത്തപ്പോൾ നമുക്ക് 2 ദിവസത്തെ ആവശ്യത്തിനുള്ളൊരു സിം വിത്ത് 2 GB ഡാറ്റ അവർ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇവിടുന്ന് സിം എടുക്കുന്നുണ്ടായിരുന്നു. ഇത് 2 ദിവസം മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു സിമ്മാണ് നമ്മൾ വോഡഫോണിൻ്റെ സിമ്മാണ് എടുത്തത്. ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്ന വഴിക്ക് തന്നെയായിരുന്നു വൈഷ്ണോദേവി യാത്ര രജിസ്ട്രേഷൻ കൗണ്ടർ. അവിടെ ചെന്ന് നമ്മുടെ ആധാർ ID കാണിച്ച് നമ്മുടെ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു RFID കാർഡ് നമുക്ക് കിട്ടി. ये कश्मीर को जा रहा है। न्यू ट्रैक वंदे भारत चलती है इसमें। ये अंदर सुरंग നമ്മൾ മുഴുവൻ നടന്നു പോകാനാണ് ഉദ്ദേശിച്ചെങ്കിലും ഓട്ടോക്കാർ പിന്നാലെ കൂടി. അവസാനം നമ്മളൊരു ഓട്ടോ പിടിച്ച് അങ്ങോട്ട് പോയി. അത് പിന്നീട് അത് നന്നായെന്ന് തോന്നുന്നു. കാരണം ഈ മൊത്തം ദൂരം നടക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടിയാണ്. അവിടെ നിന്ന് നമുക്ക് ഒരുപാട് ദൂരം കയറാനുണ്ട്. ഈ ഓട്ടത്തിനിടയിൽ ഓട്ടോ ഡ്രൈവർ നമുക്ക് കയറ്റം കയറാനുള്ളതും പുതിയ ഗേറ്റ്, പുതിയ വഴിയുടെ എല്ലാ വിവരങ്ങളും അദ്ദേഹം പറഞ്ഞു തന്നു. അങ്ങനെ പുതിയ വഴിയുടെ ഗേറ്റിനരികിൽ ഓട്ടോ നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ ഗേറ്റ് കടന്ന് RFID കാർഡ് ചെക്ക് ചെയ്ത് അകത്ത് പ്രവേശിക്കുകയാണ്. ഇനി 14 കിലോമീറ്റർ ഇതുപോലെയുള്ള ഇൻ്റർലോക്ക് ചെയ്ത പാതയും മുകളിൽ റൂഫിങ്ങും ഒക്കെ ഉള്ള വഴിയാണ്. മുകളിൽ നിന്നുള്ള ഭക്തിഗാനങ്ങൾ ഇവിടെ വരെ കേൾക്കാൻ പറ്റും. നമ്മളിവിടെ നിന്ന് നടത്തം ആരംഭിച്ചു. നമ്മൾ ഇവിടെ നിന്ന് വെറുതെ ഒന്ന് ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ എത്ര ദൂരം ഉണ്ടാകുമെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു ഗൂഗിൾ മാപ്പിൻ്റെ ഒരു പ്രശ്നം മനസ്സിലായത്. അതായത് ഇവിടെ നിന്ന് നമ്മൾ ഗൂഗിൾ മാപ്പ് ചെയ്തപ്പോൾ ഒരു 3/4 മണിക്കൂർ നടക്കാനുള്ള ദൂരം മാത്രമേ അത് കാണിച്ചുള്ളൂ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ അബദ്ധം മനസ്സിലായത്. ഗൂഗിൾ മാപ്പ് മുകളിൽ നിന്നാണ് ഇത് സ്കാൻ ചെയ്യുന്നത്. പക്ഷേ നമുക്ക് നടക്കേണ്ടത് ഈ മല മൊത്തം വളഞ്ഞ് തിരിഞ്ഞ് മുകളിലോട്ടാണ്. ഗൂഗിൾ മാപ്പ് മുകളിൽ നിന്ന് ഡിസ്റ്റൻസ് അളക്കുമ്പോൾ ഏകദേശം 5 കിലോമീറ്ററിനകത്ത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഏകദേശം ഇത് ശരിക്ക് 8 മണിക്കൂറോളം നടക്കേണ്ടി വന്നു നമുക്ക് അവിടെ എത്താൻ. നമുക്ക് ദേവിയുടെ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ഭക്തിഗാനങ്ങൾ കേൾക്കാം. നടക്കാൻ പറ്റാത്തവർക്ക് ഹെലികോപ്റ്റർ ഒരു 15 മിനിറ്റിനും 4-5 ഹെലികോപ്റ്റർ ഉണ്ട്. അത് അവിടെ പോയി 1400 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അത് സർവീസാണ്. തിരുവനന്തപുരം നിങ്ങൾ പോകുകയും ചെയ്യും. ഇപ്പം തണുപ്പ് പോയി, അതുകൊണ്ട് ഞാനിത് വലിയെടുത്തു. കുറച്ച് ചൂട് വന്നു. ജയ് മാതാ സി. ജയ് മാതാ. നമ്മളിങ്ങനെ മുകളിലോട്ട് നടന്നു പോകുന്ന വഴിക്ക് ഒരു 10 വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയും അമ്മയും വിശ്രമിക്കുകയായിരുന്നു. അവർ ഞങ്ങളുടെ നോക്കി ജയ് മാതാദി എന്ന് പറഞ്ഞു. ആംബിയൊക്കെ ആദ്യം മനസ്സിലായില്ല. ഇത് വഴി കയറ്റം കയറുന്നവരെല്ലാവരും ജയ് മാതാദി എന്ന് പരസ്പരം അഭിസംബോധന ചെയ്തുകൊണ്ടാണ്
മല കയറുന്നത്. അതിനുശേഷം നമ്മളും അത് ഉരുവിടാൻ പഠിച്ചു. ഞാനിപ്പോ നിങ്ങളെ കാണുമ്പോ പിന്നെ ഹലോ നാക്കുന്നില്ലേ, ഇവിടെ വരുന്നവരെല്ലാം ഭക്തന്മാർ. അപ്പൊ സാമി ശരണം വരുന്നില്ലേ, ഈ വടിയും കൊണ്ട് നടക്കുന്ന ഈ പെൺകുട്ടിയായിരുന്നു ഞങ്ങളോട് ജയ് മാതാദി എന്ന് വിളിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത്. അംബിക അങ്ങനെ ഒരു കടയിൽ കയറി സ്നാക്സ് വല്ലതും കിട്ടുമെന്ന് നോക്കുകയാണ്. നിക്ക് വേണ്ടതാ ബിസ്ക്കറ്റ് പൈസ കൊടുക്ക, 50 കൊടുക്ക്. കൊടുക്ക് 50. പൈസ കൊടുക്ക. അവിടെ ഒന്നുമില്ല. ഈ വഴിയുടെ അരികിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, വളരെയധികം മണ്ണിടിച്ചിലുണ്ടാകുന്ന ഏരിയയാണ്. ഈ കഴിഞ്ഞ മഴക്കാലത്ത് തന്നെ ഈ നടപ്പന്തൽ ഏകദേശം 500 മീറ്ററിനോളം ഒലിച്ചു പോയതാണ്. പിന്നീട് അത് പുനർനിർമ്മിക്കുകയായിരുന്നു. ഇവിടെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ഖത്ര ടൗണിൻ്റെ മനോഹരമായ ദൃശ്യം ഇവിടുന്ന് കാണാൻ പറ്റും. ഇനിയും 2-3 മാസം കഴിഞ്ഞ ഇവിടെയൊക്കെ മഞ്ഞ് വീഴുന്ന സ്ഥലമാണ്. ഇപ്പോഴേറ്റവും നല്ല ഒരു കാലാവസ്ഥയാണ്. നമ്മളിവിടെ എത്തുന്നവരെ നമുക്ക് തണുപ്പായിരുന്നു, അതുകൊണ്ട് അതിനുള്ള വസ്ത്രങ്ങളൊക്കെ കരുതിയിരുന്നു. പക്ഷേ കയറ്റം കയറി തുടങ്ങിയപ്പോൾ നന്നായി വിയർക്കാൻ തുടങ്ങി. ശരീരം ഒന്ന് ചൂടായപ്പോൾ ആ തണുപ്പിൻ്റെ വസ്ത്രങ്ങളൊന്നും ആവശ്യമില്ലാതെയായി. ജയ് മാതാദി, 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 ജയ് മാതാദി. അങ്ങനെ നമ്മളെല്ലാവരും ജയ് മാതാദി വിളിച്ച് കയറ്റം കയറിക്കൊണ്ടിരുന്നു. നമ്മുടെ വിളി മറ്റുള്ളവർ ഏറ്റുവിളിച്ചോ അതോ അവരുടെ വിളി ഞാൻ ഏറ്റുവിളിച്ചോ എന്നറിയില്ല. തുടർച്ചയായി ഈ രീതിയിൽ അത് തുടർന്നുകൊണ്ടേയിരുന്നു കുറേ നേരം. ജയ് മാതാദി, 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 ജയ് മാതാദി. അങ്ങനെ ആവേശത്തോടെ മല കയറിക്കൊണ്ടിരുന്നപ്പോൾ അല്പം ക്ഷീണം തോന്നിയപ്പോൾ അവിടെ ഒരു കടയിൽ കയറി കോഫിയും സ്നാക്സും വാങ്ങിയിരിക്കുകയാണ്. ഇവിടെ ചെറിയ രീതിയിൽ പേയ്മെൻ്റൊക്കെ ചെയ്യണം. വൈഷ്ണോദേവി ഷ്രൈൻ ബോർഡിൻ്റെ ഫുഡ് സ്റ്റാളാണെങ്കിൽ അവിടെ ഫ്രീ ഫുഡാണ്, പക്ഷേ ഇത് പെയ്ഡ് സ്റ്റാളാണ്. ഇവിടെ നിന്ന് സ്നാക്സും
കോഫിയും കുടിച്ച് നമ്മൾ പിന്നെയും യാത്ര തുടർന്നു. സമയം ഏകദേശം ഇരുട്ടിയിരിക്കുന്നു. മുകളിൽ കുരങ്ങന്മാരൊക്കെ അവരുടെ താമസ സ്ഥലത്തേക്ക് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അംബിക ചായ കയ്യിൽ പിടിച്ചാണ് കടയിൽ നിന്ന് പുറത്തിറങ്ങിയത്. അവളെ വാച്ച് ചെയ്തുകൊണ്ട് ഒരു കുരങ്ങ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവൻ മെല്ലെ മോളിൽ നിന്ന് താഴെ ഇറങ്ങി അംബികയുടെ പിന്നാലെ കൂടി. അവൻ്റെ ലക്ഷ്യം അംബികയുടെ കയ്യിലുള്ള ചായ ആയിരുന്നു. പക്ഷേ അംബികൾക്കത് മനസ്സിലായില്ല. അംബി ആക്രമിക്കാൻ വരുന്നു എന്ന വ്യാജേന പേടിച്ചു പോയി. പക്ഷേ ഞാൻ പെട്ടെന്ന് ആ ഗ്ലാസ് വാങ്ങിച്ച് അതിന് കൊടുത്തപ്പോൾ അതും കൊണ്ട് ഓടിപ്പോയി. കുറച്ച് ദൂരം ചെന്ന് ചായ കപ്പൊക്കെ പൊട്ടിച്ച് ചായ കുടിക്കുകയാണ്. ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഭവൻ എന്നാണ് അറിയപ്പെടുന്നത്. അവിടം വരെയാണ് നമ്മൾക്ക് നടക്കാനുള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞ് ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ വെച്ച് വേണം ദർശനത്തിൽ പോകാൻ. പിന്നെ ഫോട്ടോഗ്രാഫി ഒന്നും അനുവദനീയമല്ല. ഇതാണ് ഭവനിലെ താമസ സ്ഥലവും ക്ലോക്ക് റൂമും ഒക്കെയുള്ള കെട്ടിടം. ഇതാണ് വൈഷ്ണോദേവി ക്ഷേത്രത്തിൻ്റെ രാത്രികാല ദൃശ്യം. അങ്ങനെ 8 മണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിയ നമ്മൾ 2 മണിക്കൂറോളം ദർശനം കഴിഞ്ഞ് മലയിറങ്ങി രാവിലെ 3 മണിക്ക് തിരിച്ച് കത്ര റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രാവിലെ 3 മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇനി ഉധംപൂരിലേക്കുള്ള ട്രെയിൻ രാവിലെ 8 മണിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അതുവരെ നമ്മൾ അവിടെ കത്ര റെയിൽവേ സ്റ്റേഷനിൽ വിശ്രമിക്കുകയായിരുന്നു. 8:30 അടുത്ത് ട്രെയിൻ കയറാനായി വരുമ്പോൾ ഇവിടെ കത്രയിൽ നിന്ന് ശ്രീനഗർ പോകുന്ന വന്ദേ ഭാരത് പുറപ്പെടാൻ തയ്യാറായിരിക്കുകയാണ്. ചെനാബ് ബ്രിഡ്ജിന് മുകളിലൂടെയുള്ള വന്ദേ ഭാരതാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നതിലേക്കും ബൈ.